ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മളുടെ 2024 ഡിസംബറിലേക്കുള്ള എക്സാമിൻ്റെ അസൈൻമെൻറ്റ് സബ്മിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ തന്നിട്ടുള്ളത് സെപ്റ്റംബർ 30 നമ്മളുടെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ സെപ്റ്റംബർ 30 മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നുള്ളത് 100% ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിരുന്നാലും നമ്മൾ എത്ര പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യുന്നുവോ അത്രയും നല്ലതാണ്. നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം നമുക്ക് ലഭിക്കും. ഈ അസൈൻമെൻറ്റ് സബ്മിഷൻ ഡേറ്റ് തന്നെ ഓരോ സ്റ്റഡി സെൻറ്റേഴ്സും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാറുണ്ട്. അപ്പോൾ ചില JTT പോലെയുള്ള സ്റ്റഡി സെൻറ്റേഴ്സ് അവരുടേതായിട്ടുള്ള ഒരു അസൈൻമെൻറ്റ് സബ്മിഷൻ ഡേറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഒക്ടോബർ 2 മുതൽ നവംബർ 15 വരെയൊക്കെ ടൈം പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ അസൈൻമെൻറ്റ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, സാധാരണയായി ചെയ്യാറുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി പല ആൾക്കാർക്കുമുള്ള ഒരു ഡൗട്ടാണ്, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാതെ ഇഗ്നോ എക്സാം എഴുതാൻ കഴിയുമോ എന്നുള്ളത്. ഇഗ്നോയുടെ റിട്ടേൺ എക്സാം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഈ അസൈൻമെൻറ്റിനും റിട്ടേൺ എക്സാമിനും പാസ്സാകുന്നവരാണ് ഈ ഒരു എക്സാം, ഈ ഒരു സബ്ജക്റ്റ് പാസ്സായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം ഈ ഒരു എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് നമ്മളുടെ റിട്ടേൺ എക്സാമിൻ്റെ 70% അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ 30% ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ അവസാനത്തെ ലാസ്റ്റ് ഗ്രേഡ് കാർഡ് വരുന്നത്. അത് നോക്കിയിട്ടാണ് നമുക്ക് പാസ്സാണോ അല്ലയോ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആവണമെങ്കിൽ നിങ്ങൾ അസൈൻമെൻറ്റിനും പാസ്സായിരിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ റിട്ടേൺ എക്സാമിനും പാസ്സായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് കറക്റ്റ് ടൈം കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു കറക്റ്റ് ടൈം തന്നെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു, നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കാണിക്കുന്നത് കാണാം നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതിൽ യെസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമുക്ക് എന്തായാലും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത്. എന്നാൽ നിങ്ങളിപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് ഒരു തരത്തിലും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം എഴുതിക്കോളൂ, ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ റിസൾട്ട് ലേറ്റ് ആകും എന്നുള്ളതാണ്. അതായത് അടുത്ത നമ്മളുടെ എക്സാം വരുന്നത്, ഇഗ്നോയുടെ എക്സാം വരുന്നത് ജൂൺ സെഷനും അതുപോലെ തന്നെ ഡിസംബർ സെഷനുമായിട്ടാണ് എക്സാം വരുന്നത്. ആ ഒരു അസൈൻമെൻറ്റ് ഡിസംബർ എക്സാമിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നില്ല, പക്ഷേ എക്സാം എഴുതുന്നു എന്നാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിൽ നിങ്ങളുടെ റിട്ടേൺ എക്സാമിൻ്റെ റിസൾട്ട് വരും. എന്നാൽ അസൈൻമെൻറ്റിൻ്റെ ഭാഗം നിങ്ങൾക്ക് ഒഴിവായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അവസാനമായിട്ട് നിങ്ങൾക്ക് കാണാം നോട്ട് കംപ്ലീറ്റഡ് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സെഷനിൽ, അതായത് ജൂലൈ സെഷനിൽ നിങ്ങൾ നിങ്ങളുടെ അസൈൻമെൻറ്റ് ആ ടൈമിൽ വാലിഡിറ്റി ഉള്ള അസൈൻമെൻറ്റ് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അത് അസൈൻമെൻറ്റിൻ്റെ ആ ഒരു ജൂൺ കഴിഞ്ഞ് പിന്നെ ആയിരിക്കും അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ അപ്ലോഡായിട്ട് വരിക. ഇങ്ങനെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാതെ ഇഗ്നോ എക്സാം എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഫലം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റ് ആകും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു.